ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരവും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും ദോശയുടെ കൂടെയും നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും സൂപ്പറായിട്ട് സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പുളിമുളകിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയം പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കടുകാണ്. കടുകെല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ. കടുക് ഇതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നും കൂടി അതും കൂടി ചേർക്കാം. ഉഴുന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നന്നായിട്ട് ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങട്ടെ. ഒരുപാട് ബ്രൗൺ കളർ വരണമെന്നില്ല, ലൈറ്റായിട്ടുള്ളൊരു ഗോൾഡൻ കളർ വരുന്നവരെയും നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഉഴുന്നിൻ്റെ കളറൊക്കെ ചെറിയ രീതിയിലൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉഴുന്ന് ചേർത്ത് കൊടുത്ത സമയത്തുള്ള ആ പതഞ്ഞ് വരുന്നത് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 10ഓളം വെളുത്തുള്ളി അല്ലിയും കൂടിയാണ്. തീരെ ചെറുതാണെന്നതിൻ്റെ പേരിലാണ് 10 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം മതിയാവും. അപ്പോൾ ഈ ഒരളവിലാണ് വേണ്ടത് കേട്ടോ. കുറച്ചുകൂടി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. വെളുത്തുള്ളി അല്ലി കൂടുതൽ ആകുന്നത് അത്രയും നല്ലത് തന്നെയാണ്. വെളുത്തുള്ളി അല്ലിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത കാര്യമാണ് ഈ ഒരു രീതിക്ക് 25ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല, രണ്ടായിട്ട്. അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ മാത്രം അരിഞ്ഞെടുത്താൽ മതിയാവും. ഇത് തീരെ ചെറുതായതിൻ്റെ പേരിൽ ഞാനിപ്പോൾ രണ്ടായിട്ട് അരിഞ്ഞിട്ടില്ല. ആ ചെറിയ ഉള്ളിയും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ല രീതിയിൽ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണിത്. 2-3 ദിവസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതുമാണ്. പെട്ടെന്ന് കേടാകില്ല. നമുക്കിത് ഫ്രിഡ്ജിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്കും സൂക്ഷിക്കാവുന്നതാണ്. ഫ്ലെയിം നമ്മൾ ഒരുപാട് കൂട്ടി വെക്കേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടേനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഈ ഒരു അളവിൽ പച്ചമുളകും കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 10-12ഓളം പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു മിനിമം അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ഒരുപാട് കൂടുതലായിട്ട് എടുത്തിട്ടില്ല. എന്നിട്ട് ഓരോ പച്ചമുളകിൻ്റെ ഇടയ്ക്കുന്ന സെൻറ്ററിൽ നിന്നായിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് മസാലകളൊക്കെ നല്ലതുപോലെ പിടിച്ചു വരുള്ളൂ. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ആ പച്ചമുളകും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു അളവിൽ പച്ചമുളക് ചേർത്തു എന്ന് വെച്ചിട്ട് ഇതിലേക്ക് ഒരുപാട് എരിവൊന്നും അങ്ങനെ ഉണ്ടാവില്ല. വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എക്സ്ട്രാ പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പച്ചമുളകും ചേർത്തിട്ട് വീണ്ടും ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മസാലകളാണ് കേട്ടോ. ഒരുപാട് മസാലകൾ നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ സാധാരണ സാമ്പാർ കായ ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ഉപ്പ് ഒരല്പം കൂടുതലായിട്ടാണ് നമുക്ക് വേണ്ടത്, കാരണം നമ്മളിതിലേക്ക് പുളി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അളവിലൊന്ന് ചേർത്തിട്ട് പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഉഴുന്നും അതുപോലെ തന്നെ ചെറിയ ഉള്ളി എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മുരിഞ്ഞൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ മസാലകളൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ്
ഇതുപോലെ അത്യാവശ്യം വലിയൊരു ചെറുനാരങ്ങ വലിപ്പത്തിന് ഞാനിപ്പോൾ പുളി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ചെറുനാരങ്ങ ആണെന്നുണ്ടെങ്കിൽ 2 ചെറുനാരങ്ങയുടെ പുളി എടുക്കണം കേട്ടോ. കുറച്ച് കൂടുതൽ പുളി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ പുളിവെള്ളം കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളി ഇതിൽ കൂടുതലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് ഹൈയിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഈ പുളി വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരണം. തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങണം നല്ല രീതിയിൽ തന്നെ. അതായത് ഇതിൻ്റെ പകുതിയോളം അളവിൽ ഒന്ന് കുറുകി തുടങ്ങണം. ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഈ പുളിയും ഈ മസാലകളും എല്ലാം നമ്മുടെ ഈ ചെറിയ ഉള്ളിയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ പച്ചമുളകിലൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. എന്നാൽ ശരി, കുറച്ച് സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് അടച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു രീതിക്ക് ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4-5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ അതിലുണ്ടായിരുന്ന ആ വെള്ളമെല്ലാം ഏകദേശം ഒന്ന് വറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക്. അപ്പോൾ ഇതുപോലെ ഇത്രയും ആകുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്തൊരു കാര്യമാണ് ഈ ഒരളവിൽ കുറച്ച് കഞ്ഞി വെള്ളം കൂടി, അതായത് നമ്മുടെ ചോറൊന്ന് ഊറ്റിയെടുത്ത ആ ഒരു വെള്ളം തന്നെയാണ്. അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടില്ല. കഞ്ഞിവെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം കേട്ടോ. കഞ്ഞിവെള്ളം നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിന് പകരം പിന്നീട് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ പച്ചരി എടുത്തിട്ട് അത് നമ്മൾ വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകണം. അതിന് ശേഷം ഒരു 1/2 കപ്പ് അളവിൽ വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വേണ്ടി ഇട്ടിരിക്കണം ഒരു 30 മിനിറ്റ്. ആ 30 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർന്ന അരിവെള്ളം നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം ഇപ്പോഴും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അതാകുമ്പോഴത്തേക്കും നമുക്ക് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. അപ്പോൾ നമ്മൾ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ കടുത്ത ഒരു കളറും മാറിയിട്ട് ലൈറ്റായിട്ടുള്ളൊരു കളർ വരും. അപ്പോൾ ഈ ഒരു രീതിക്ക്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം പുളിയും എരിവും എല്ലാം നല്ലതുപോലെ ഒന്ന് ബാലൻസ് ആയിട്ടുണ്ട്. ലൈറ്റായിട്ട് കൂടി ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരല്പം മാത്രം ശർക്കര പൊടിച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു അളവിൽ മാത്രം മതിയാവും. ഒരുപാട് കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ശർക്കര പൊടിയും കൂടി ചേർക്കുകയാണ്. ലാസ്റ്റിൽ നമുക്ക് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. അപ്പോൾ ആ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് വറ്റാനുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് വീണ്ടും ഒന്ന് ചെറിയ രീതിയിലൊന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പുളിമുളക് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. എന്നാൽ ശരി, ഒരു 2 മിനിറ്റ് കൂടി ഇതൊന്ന് ഇരുന്ന് തിളയ്ക്കട്ടെ. ഇതിപ്പോൾ ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല സൂപ്പറായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പുളിമുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിമുളകായിരിക്കും എന്ന്. നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡിൽ ഇതിന്നൊരല്പം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാവുന്നതാണ്. ഈ മുളകിനൊന്നും അധികം എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. മുളകൊക്കെ നമുക്ക് കഴിക്കാനുള്ളതാണ്. ആ മുളകിന് നമ്മളിപ്പോൾ സാധാരണ മുളക് നമ്മൾ എടുക്കുന്ന കറികളിൽ നിന്ന് എടുക്കുമ്പോഴുള്ള എരിവുണ്ടല്ലോ, ആ എരിവുകളൊന്നും ഉണ്ടാവില്ല. വളരെ മൈൽഡായിട്ടുള്ള എരിവേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റിലായിരിക്കും ഉറപ്പായിട്ട് ഇത് കിട്ടുന്നത്. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഇതുവരെയും ഇതുപോലെ ഒരു പുളിമുളക് ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തിയുടെയോ ദോശയുടെയോ എൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ സൈഡായിട്ട് ഇങ്ങനെ വെച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.